ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും, കോൾ ഇന്ത്യ ലിമിറ്റഡ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സെൻട്രൽ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനമായ കോൾ ഇന്ത്യൻ്റെ സബ്സിഡറി ഫേമായ സൗത്ത് സെൻട്രൽ കോൾഫീൽഡിൽ 88,585 ഒഴിവുകളുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അപ്പോൾ പല ആൾക്കും വാട്സപ്പിലൂടെ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ തന്നെ പല വെബ്സൈറ്റിലും കണ്ടു. അപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചിരുന്നു, ഇതിനെക്കുറിച്ച് എന്താ വീഡിയോ ഇടാത്തത്, ഇത്രയും വലിയ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട് എന്തുകൊണ്ട് വീഡിയോ ഇടുന്നില്ല എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതൊരു ഫേക്ക് നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പല ആളുകളും അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് ദയവായി വിചാരിച്ചത് അപ്ലൈ ചെയ്യരുത്, ഇതൊരു ഫേക്ക് തട്ടിപ്പാണ്. ഏകദേശം 350 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫീസ് വെറുതെ അടച്ച് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക. കാരണം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യും, ഒരുപാട് ആളുകൾ അപേക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണിത് തട്ടിപ്പാണെന്ന് പറയാൻ കാരണമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആദ്യം പറയാം. ഇപ്പോൾ കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ്സിഡറി ഫേമായ സൗത്ത് സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡിൽ 88,585 ഒഴിവുകളുമായിട്ടാണ് വന്നിരുന്നത്. ഏകദേശം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഒരുപാട് തസ്തികകളുണ്ട്. അതുപോലെ തന്നെ 20,000-ലധികം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും, അതുപോലെ +2 ഡിഗ്രി, ഡിപ്ലോമ, അതുപോലെ IT ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അവസാന തീയതി ഏകദേശം 10ാം മാസമാണ്, ഒക്ടോബർ മാസമാണ് ഇതിൻ്റെ അവസാന തീയതി ഉള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ OBC വിഭാഗത്തിന് 350 രൂപയും ബാക്കിയുള്ള വിഭാഗത്തിന് 180 രൂപയുമാണ്. ആപ്ലിക്കേഷൻ ഫീസിൽ 250 രൂപ നമുക്ക് തിരിച്ചു കിട്ടും ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ 150 രൂപ മറ്റുള്ളവർക്കും ഫുള്ളായിട്ട് തിരിച്ചു കിട്ടുമെന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു. അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ ഏകദേശം ഗ്രാമർ മിസ്റ്റേക്കൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അത് കോൾ ഇന്ത്യൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനമാണ്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സബ്സിഡറി ഫേം 8 സബ്സിഡറി ഫേമാണ് ഈ കോൾ ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സൗത്ത് സെൻട്രൽ കോൾഫീൽഡ് എന്ന് പറഞ്ഞ ഒരു കോൾഫീൽഡും ഒരു സബ്സിഡറി ഫേമും ഈ ഒരു 8 എണ്ണത്തിലില്ല. നമുക്ക് 8 എണ്ണം ഏതെല്ലാം നോക്കാം. ഒന്നാമത്തേത് ഭാരത് കുക്കിംഗ് കോൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞതാണ് ഒന്ന്. രണ്ടാമത് സെൻട്രൽ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. മൂന്നാമത് സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റഡ്. നാലാമത്തത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. അഞ്ചാമത്തത് മഹാനദി കോൾഫീൽഡ്സ് ലിമിറ്റഡ്. ആറാമത്തത് നോർത്തേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. ഏഴാമത്തത് സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. എട്ടാമത്തത് വെസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡാണ്. അപ്പോൾ ഇത്രയും 8 എണ്ണത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ സൗത്ത് സെൻട്രൽ കോൾഫീൽഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഈ കോൾ ഇന്ത്യക്ക് കീഴിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരും ചിലപ്പോൾ അപേക്ഷിക്കാൻ നിന്നുണ്ടാവും. കാരണം 10ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികൾ ഉണ്ടാവുകൊണ്ട് ഒരുപാട് പേർ വഞ്ചിതരാകാൻ സാധ്യതയുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ജോബ് ന്യൂസുകൾ ഒറിജിനൽ നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക, ഒഫീഷ്യൽ വെബ്സൈറ്റൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ തീർച്ചയായും ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും പൂർണ്ണമായിട്ടും അന്വേഷിച്ചതിന് ശേഷം മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് വിശ്വസിക്കാം. ഇതിലുള്ള നോട്ടിഫിക്കേഷൻസ് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആരെങ്കിലും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരുണ്ടാവും, അവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന ജോബ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ ജോബ് അപ്ഡേറ്റ്സുകൾ ഉടനെ ലഭിക്കുള്ളൂ. മറ്റെവിടെയും കൊണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.